അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബി, നിങ്ങൾ എന്തൊക്കെ വിശേഷം? ഇന്ന് നമ്മുടെ ഡേ 5, ഒന്നാമത്തെ വിഷയം തൗബയുടെ ശക്തി. എത്ര തെറ്റുകൾ ചെയ്താലും അള്ളാഹുലേക്ക് തിരിച്ചു വരാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, അള്ളാഹു എനിക്ക് മാപ്പ് തരൂലേ? ഞാൻ നല്ല മുസ്ലിമയാകാൻ വളരെ വൈകിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ കാരുണ്യം നമ്മുടെ പാവങ്ങളെക്കാൾ എത്രയോ വലുതാണ്. നമ്മളെ തകർക്കുന്ന ഒരു ചിന്ത എന്താണെന്ന് അറിയോ? ഷെയ്ത്താന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്ന് അറിയോ? അവൻ നമ്മളെ പാപം ചെയ്യിക്കും. എന്നിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിക്കും, നിനക്ക് ഇനി മാപ്പില്ല, നീ വളരെ മോശമാണ്, അള്ളാഹു നിന്നെ സ്വീകരിക്കാനേ പോകുന്നില്ല. പക്ഷെ ഇത് ഷെയ്ത്താന്റെ നുണയാണ്. അള്ളാഹുവിന്റെ വാതിൽ എപ്പോഴും തുറന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു തെറ്റ് ചെയ്താല് മനുഷ്യർ ചിലപ്പോ ക്ഷമിക്കൂല, നമുക്ക് മനുഷ്യരോട് ക്ഷമിച്ചു കൊടുക്കാനും മടിയാണ്. പക്ഷെ അള്ളാഹു വ്യത്യസ്തനാണ്. നിങ്ങൾ 100 തവണ തെറ്റ് ചെയ്താലും 100 തവണ തൗബ ചെയ്താലും അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹു നമ്മളെ ഒരിക്കലും വെറുക്കുന്നില്ല. നമ്മൾ തിരിച്ചു വരുന്നത് അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. തൗബ എന്താണ്? തൗബ എന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് മാത്രമല്ല. തൗബ എന്നാല് നമ്മളെ തെറ്റ് മനസ്സിലാക്കാം, ആ തെറ്റിൽ ഖേദിക്കാം, വീണ്ടും ചെയ്യാതിരിക്കാൻ തീരുമാനിക്കാം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിലേക്ക് തിരിച്ചു വരിക, അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കാം. ഇതാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ തെറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് റീൽസ് കണ്ട് അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള, അവരെ കുറിച്ച് നുണ പറഞ്ഞു അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള, വീണ്ടും അടുത്ത നുണ പോയി പറയും അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള. നമ്മളെ ഇത് തെറ്റ് വരാം, നമ്മൾ തൗബ ചെയ്ത് വീണ്ടും ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ പിടിച്ചു നിൽക്കാനുള്ള അല്ലെ, ഷെയ്ത്താന്റെ ബുദ്ധിമുട്ടിക്കലുകൊണ്ടോ നമ്മൾ നഫ്സിന്റെ തകരാറ് കൊണ്ടോ വീണ്ടും തെറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സറിഞ്ഞ് ഖേദിക്കണം. അല്ല, അത്രയും കുറ്റബോധത്തോട് കൂടിയിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷിക്കണം. തൗബ ചെയ്യാൻ നമുക്ക് തൗബ നിസ്കാരമുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്, ഇസ്തിഗ്ഫാറുകളുണ്ട്, അല്ലെ? അപ്പം നമ്മളെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് തന്നെ ഒരു പുതിയ തുടക്കമാണ്. നമ്മൾ ഈ ഒരു തൗബ ചെയ്യുന്നതിലൂടെ നമ്മളെ തെറ്റുകൾ പൊറുക്കം മാത്രമല്ല ചെയ്യുന്നത്, നമ്മുടെ ഹൃദയം ക്ലീൻ ആവാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ തൗബ ചെയ്യുന്നതിലൂടെ നമ്മളെ ഹൃദയത്തെ ക്ലീൻ ആക്കും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ അടിപൊളിയല്ലേ? നമ്മള് ഇതുവരെ ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹു പുറത്തു തരുകയും ചെയ്യും. നമ്മുടെ ഹൃദയം അള്ളാഹുവിന്റെ നൂറ് കയറാനുള്ള രീതിയിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ വെളിച്ചം കയറാനുള്ള, അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വെളിച്ചം കയറാനുള്ള രീതിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ അള്ളാഹു മാറ്റി തരുകയും ചെയ്യും. അടിപൊളി ഓഫർ അല്ലേ? ഇന്ന് തന്നെ നമുക്കൊരു പുതിയ തുടക്കം തുടങ്ങാം. നമ്മൾ പലരും ചിന്തിക്കുന്നതാണ് നാളെ മുതൽ മാറാം, റമളാൻ വന്നാലേ, അല്ലെങ്കിൽ പിന്നെ തൗബ ചെയ്യാലോ. പക്ഷെ നമുക്ക് നാളെ ഉറപ്പില്ല. അതിനാൽ ഇന്ന് തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങാം. ഒരു ചെറിയ തൗബ. ഇപ്പം നിങ്ങളെ ഹൃദയത്തിൽ നിന്ന് പറയാം, അള്ളാഹുവെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു, എന്നെ മാപ്പാക്കണേ, എന്നെ നേരായ വഴിയിൽ ഓർപ്പിക്കണേ. ഈ രീതിയിൽ നമുക്ക് അള്ളാഹുവിനോട് അപേക്ഷിക്കാം. അതുപോലെ 2 റക്അത്ത് തൗബ നിസ്കാരം. ഇന്ന് നിങ്ങളെ തീർച്ചയായിട്ടും നിസ്കരിക്കാം. 2 റക്അത്ത് തൗബ നിസ്കാരം. 2 റക്അത്ത് തൗബ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു. സുന്നത്ത് നിസ്കാരം പോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും. അതിനുശേഷം അവസാനം നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കാനായിട്ട് അള്ളാഹുവിനോട് മാപ്പ് അപേക്ഷിക്കുക, അത്രയും കരഞ്ഞ് അപേക്ഷിക്കുക. അല്ലെ, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ കുറ്റബോധം ഉള്ളിലുള്ളതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ കാണാത്തത്. നമ്മളെ എത്രയൊക്കെ ഹാപ്പി ആണെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു പ്രശ്നം വരുന്നത് നമ്മുടെ ഹൃദയം ക്ലീൻ ആവാത്തതുകൊണ്ടാണ്. അതേപോലെ ഇസ്തിഗ്ഫാർ എന്നും പറയുന്ന പോലെ തന്നെ 100 അസ്തഗ്ഫിറുല്ലാഹൽ അളീം വഅതൂബു ഇലൈഹി. അതേപോലെ ഒന്ന് എഴുതി നോക്കാം, ഇന്ന് എന്തൊക്കെ തെറ്റുകളാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ഞാൻ ഇനി മാറണം എന്നുള്ളത്. ആ തെറ്റുകളൊക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക.
നിങ്ങളെ ഭൂതകാലം അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ഭാവി തീരുമാനിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ വ്യക്തിത്വം ഒന്നുമല്ല, നിങ്ങൾക്ക് മാറാൻ കഴിയും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയും. അതിനുള്ള കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു തീരുമാനം, നമ്മുടെ ഒരു മനസ്സറിഞ്ഞൊരു ദുആ, അള്ളാഹുവിനെ ഒന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു വിളിപ്പുറത്തുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടില്ലേ നമ്മളെ കണ്ടനാടിയേക്കാൾ അടുത്താണ് അള്ളാഹു ഉണ്ട് എന്നുള്ളത്. പിന്നെ എന്തിനാ നമ്മൾ ബേജാറാവുന്നേ? എന്തിനാ നമ്മൾ വൈകിപ്പിക്കുന്നേ? നമ്മളെ തൗബ ചെയ്യുന്ന നിമിഷം മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങാം. അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാൻ എത്ര വർഷം എടുത്താലും തിരിച്ചു വരാൻ ഒരു നിമിഷം മതി. നിങ്ങൾ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു നിങ്ങളെ മാപ്പാക്കും. ഇനി നമുക്ക് തൗബ എങ്ങനെ മനസ്സറിഞ്ഞ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, നമ്മൾ പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ്, പഴയ കുറെ കാര്യങ്ങൾ നമ്മളെ ഹൃദയത്തിലുണ്ട്. നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് പറഞ്ഞാലും നമ്മൾ എന്താണ് വീണ്ടും വീണ്ടും അത് ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ അറിഞ്ഞോണ്ടോ അറിയാതെയോ നമ്മളെ അതിനെക്കുറിച്ച് ആ ഒരു കയറിൽ ചുറ്റിപ്പണഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് മുറാക്കബ ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാല് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയാം, അത് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയം ക്ലീൻ ചെയ്യാൻ പോവാണ് ഇൻഷാ അല്ലാ. ഇത് നമ്മൾ ഹിദായത്തിനായിട്ടുള്ള തൗബയും മുറാഖബയും കൂടി മിക്സ് ചെയ്തതാണ്. നമ്മുടെ ഹൃദയം ക്ലെൻസ് ചെയ്യുന്ന, നമ്മളെ ശരീരം അല്ലെങ്കിൽ മുഖമൊക്കെ ക്ലെൻസിങ് ഉപയോഗിച്ചുകൊണ്ട് ക്ലെൻസ് ചെയ്യില്ല, ക്ലീൻ ആക്കും. അതേപോലെ നമ്മുടെ ഹൃദയത്തെ ക്ലെൻസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹുവിന്റെ ഹിദായത്തിന് വേണ്ടിയിട്ട്. അപ്പൊ റെഡി അല്ലേ? ഇതിന് നിങ്ങൾ ഇപ്പം എവിടെയെന്നോ കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ നിന്നൊക്കെയാണ് അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടാ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കേൾക്കണ്ട, ഇവിടെ പൗസ് ചെയ്തോളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് കുറച്ച് സമയം ഇരിക്കാനുള്ള ആ സമയം എപ്പോഴാണോ കിട്ടുന്നത് അപ്പം ബാക്കി കേട്ടാൽ മതി. അത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന്റെ മുന്നേ ആവാം, അല്ലെങ്കിൽ പുലർച്ചെ നീച്ചിട്ടാവാം. എന്തായാലും നിങ്ങൾക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ കുറച്ച് സമയം കിട്ടണം. കണ്ണടച്ച് ഇരിക്കാൻ അല്ലെങ്കിൽ കണ്ണടച്ച് കിടക്കാൻ. കിടക്കുന്ന സമയത്ത് ഓർക്ക ഉറങ്ങി പോവരുത്. മുറാഖബയിലൂടെ നമ്മൾ അള്ളാഹുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒരു ശാന്തമായ സ്ഥലത്ത്, ആരും ഇടയിൽ വന്ന് വിളിക്കാനില്ലാത്ത, നമുക്ക് ഒരു ഒരു ഹെഡ്സെറ്റോ ഇയർഫോണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റ് ആണ്. മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോവാത്ത ഒരു റൂമിൽ പോയിട്ട് ഇരിക്കുക കിടക്കുക ചെയ്യാം. എന്നിട്ട് കണ്ണടയ്ക്കാം. ആഴത്തിൽ ശ്വാസം എടുക്കാം. നന്നായിട്ട് വയറ് വീർക്കുന്നത് വരെ ശ്വാസം എടുക്കാം. നല്ല ശ്വാസം പുറത്തേക്ക് വിടുക. പതുക്കെ വീണ്ടും നന്നായിട്ട് ശ്വാസം എടുക്കുക. പതുക്കെ പുറത്തേക്ക് വിടാം. ഒരിക്കൽ കൂടി നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പതുക്കെ മെല്ലെ പുറത്തേക്ക് കളയാം. ഇനി ഓരോ ശ്വാസത്തിലും നിങ്ങൾ മനസ്സിൽ പറയാം, അള്ളാഹു എന്നെ കാണുന്നുണ്ട്, അള്ളാഹു എന്റെ ഓരോ വാക്കും കേൾക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിലെ ഓരോ വേദനയും അള്ളാഹുവിനറിയാം. ഒരു നിമിഷം ചിന്തിക്കാം, എത്ര തവണ ഞാൻ അള്ളാഹുവിനെ മറന്നു. പക്ഷെ അള്ളാഹു എന്നെ ഒരിക്കലും മറന്നിട്ടില്ല. അള്ളാഹു എനിക്ക് തരുന്ന ഞാമത്തുകൾ ഒരിക്കലും നിർത്തിയിട്ടില്ല. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു എനിക്ക് ഞാമത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഞാൻ പലപ്പോഴും അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനെ മറക്കുന്നുണ്ട്, ഇഹലോകത്തിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ട്. അള്ളാഹുവേ,
പുറത്തു തരണേ. എന്റെ ഹൃദയത്തെ നന്നാക്കി തരണേ. ഇനി നിങ്ങളെ സ്വന്തം ഹൃദയത്തിലേക്കൊന്ന് നോക്കുക. കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട്, എന്നിട്ട് സ്വയം ഒന്ന് ചോദിക്കാം, എനിക്ക് അള്ളാഹുവിൽ നിന്ന് അകറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? മൊബൈലാവാം, ദേഷ്യം, മറ്റുള്ളവര് പറയുന്ന കുറ്റങ്ങള്, അതില് വന്ന സങ്കടങ്ങള്, മറ്റുള്ളവര് എന്നെ കരയിപ്പിച്ച കാര്യങ്ങള്, വേദനിപ്പിച്ച കാര്യങ്ങള്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. വസ്ത്രധാരണം, മൊബൈലിലെ റീൽസ്, ഷോർട്സ്, വീഡിയോസ്, കല്യാണത്തിലും സൽക്കാരത്തിനൊക്കെ പോയാൽ ആളുകൾ തമ്മിൽ ഇടപഴകുന്നത്, ആണും പെണ്ണും ഒരുമിച്ച് ഇടപഴകുന്നത്. എന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന പാവങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ചെയ്ത തെറ്റിൽ ഏത് തെറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാവമായിട്ട് എന്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത്? അതെന്തൊക്കെയാണ്? എനിക്ക് അതിൽ ഭയങ്കര കുറ്റബോധമുണ്ട്. ആ തെറ്റ് വന്നുപോയി, അള്ളാഹു പുറത്തു തരണേ റബ്ബേ. അതെന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. എനിക്ക് ഉപേക്ഷിക്കേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ശീലങ്ങൾ ഉണ്ടാവും ഉപേക്ഷിക്കേണ്ടത് അല്ലേ? ചിലർക്ക് കുറഞ്ഞ ശീലം, മൊബൈൽ നോക്കുന്നതാവാം, ദേഷ്യപ്പെടുന്നതാവാം, മറ്റുള്ളവരെ പോരായ്മകളിലേക്ക് നോക്കുന്നതാവാം, മറ്റുള്ളവരെ കുറ്റം കണ്ടെത്തുന്നതാവാം, കളിയാക്കലുകളാവാം, മക്കളോട് ദേഷ്യപ്പെടുന്നതാവാം. ഞാൻ എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുത്തിയത്? ഞാൻ എന്തുകൊണ്ടാണ് അള്ളാഹുമായിട്ട് കണക്ഷൻ ഇല്ലാതായി പോയത്? ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിക്കാം. കാരണം ഇന്ന് നിങ്ങളെ ഹൃദയവും അള്ളാഹുവിന്റെ മുന്നിലാണ്. നിങ്ങൾ ഇതെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇനി ഹൃദയത്തിൽ നിന്ന് തൗബ ചെയ്യാം. ഹൃദയത്തിൽ നിന്ന് പറയാം, യാ അള്ളാഹ്, അള്ളാഹുവേ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ മറന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ നെഫ്സ് പറയുന്നതെല്ലാം കേട്ട് പിന്തുടർന്നിട്ടുണ്ട്. ഞാൻ സമയം പാഴാക്കിയിട്ടുണ്ട്. ഞാൻ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും മറഞ്ഞും വെളിച്ചമായിട്ടും മറ്റുള്ളവരെ കാണിച്ചിട്ടും കാണാതെയും ഒക്കെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. റബ്ബന, എന്റെ റബ്ബേ, ഞാൻ ഇന്ന് നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു. എനിക്ക് മാപ്പാക്കണേ, എന്നെ സ്വീകരിക്കണേ, എന്റെ തൗബ സ്വീകരിക്കണേ. എന്നെ ഒരുപാട് പേര് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം ഞാൻ വേദനിച്ചിട്ടുണ്ട്. എന്റെ ഹൃദയത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ വേദനിപ്പിച്ചവർക്കെല്ലാം ഞാൻ പുറത്തു കൊടുക്കുന്നു. എന്നെ വേദനിപ്പിച്ച ഒരു ചെറു പുൽക്കൊടിക്ക് പോലും ഞാൻ പുറത്തു കൊടുക്കുന്നു. എന്നെ ആഴത്തിൽ വേദനിപ്പിച്ചവർക്കെല്ലാം ഞാൻ നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കുന്നു. അള്ളാഹുവേ, ഞാൻ കാരണം വേദനിച്ച എല്ലാവരോടും ഞാൻ മാപ്പ് പറയുന്നു. ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊരു പുൽക്കൊടിക്കോ പോലും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിന് നിന്നോട് മാപ്പ് പറയുന്നു. അള്ളാഹുവേ, നിന്റെ ഹിദായത്തിന്റെ വെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, എന്റെ ഹൃദയം നിന്റെ ഹിദായത്തിന്റെ നൂറിനാൽ തിളങ്ങാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു. ഞാൻ ഒരാളുടെയും തെറ്റുകളെ എന്റെ ഹൃദയത്തിൽ വെക്കുന്നില്ല. ഞാൻ എല്ലാം മായ്ച്ചു കളയുന്നു റബ്ബേ. എനിക്ക് പുറത്തു തരണേ റബ്ബേ. ഇപ്പൊ നെഞ്ഞിൽ കൈ വെച്ച് പറയാം,
യാ അല്ലാഹ്, എന്റെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം നീക്കണേ, അസൂയ നീക്കണേ, കോപം നീക്കണേ, ആളുകളെ കാണിക്കാനുള്ള സ്വഭാവം നീക്കണേ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി നീക്കണേ. എന്റെ ഹൃദയത്തെ ഖുർആൻ കൊണ്ട് നിറയ്ക്കണേ, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ റബ്ബേ. അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ ഖുർആൻ കൊണ്ട് നിറയ്ക്കണേ റബ്ബേ. എന്റെ ഹൃദയത്തെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ റബ്ബേ. എന്റെ ഹൃദയത്തെ ക്ലീനായ എന്റെ ഹൃദയത്തെ നിന്നിലുള്ള സ്നേഹവും മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹവും കൊണ്ട് നിറയ്ക്കണേ റബ്ബേ. എന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ നിന്നോടുള്ള ഇബാദത്ത് ചെയ്യാനുള്ള ഇഷ്ടവും മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്കിനെയും വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. എന്റെ ഹൃദയത്തിൽ എനിക്ക് എന്നോടും എന്റെ കൂട്ടുകാരോടും എന്റെ കുടുംബങ്ങളോടും എന്റെ ചുറ്റുമുള്ളവരോടും എല്ലാവരോടും സ്നേഹത്തെ നിറച്ചു തരണേ റബ്ബേ. എന്റെ വാക്കുകളിലൂടെ സ്നേഹമുള്ള വാക്കുകളാക്കി നൽകണേ റബ്ബേ. എന്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് നന്മയാവുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യാനുള്ള ആഫിയത്തിനെ നൽകണേ റബ്ബേ. നിനക്കിനിയും ഒരുപാട് ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്തിനെ നൽകണേ റബ്ബേ. എന്റെ ഈ ശരീരം കൊണ്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ റബ്ബേ. അള്ളാഹുവെ, എന്റെ ഈ ഹൃദയത്തില് നിന്നിലെ നിന്നോടുള്ള ഖുർആനും നിന്നോടുള്ള സ്നേഹവും ദിക്റുകളും സ്വലാത്തും തഹ്ലീലും തഹ്മീദും കൊണ്ട് നിറയ്ക്കാൻ നീ ആഫിയത്തിന് നൽകണേ റബ്ബേ. അതിനെ സാധിപ്പിച്ചു തരണേ റബ്ബേ. അള്ളാഹുവേ, എന്റെ ദേഷ്യത്തെ എന്നിൽ നിന്ന് ഒഴിവാക്കി തരണേ റബ്ബേ. എന്റെ അസൂയ നീക്കണേ റബ്ബേ. എന്റെ കോപം നീക്കണേ റബ്ബേ. അള്ളാഹുവേ, എന്റെ ഈ ദുആഇനെ സ്വീകരിക്കണേ റബ്ബേ. യാ അള്ളാഹ്, എനിക്ക് ഹിദായത്ത് നൽകണേ, സത്യം തിരിച്ചറിയാനുള്ള കണ്ണ് നൽകണേ, നിസ്കാരത്തെ സ്നേഹിക്കുന്ന ഹൃദയം നൽകണേ, ഖുർആനോട് ബന്ധമുള്ള ഹൃദയം നൽകണേ. എന്നെ നിനക്കിഷ്ടപ്പെട്ട ദാസിമാരിൽ ഉൾപ്പെടുത്തണേ. ആമീൻ. എന്റെ അവസാന ശ്വാസം വരെ നേരായ വഴിയിൽ ഉറപ്പിക്കണേ റബ്ബേ. ഇനി പതുക്കെ ദിക്റ് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
ഇനി ഇതുപോലെ 33 തവണ അൽഹംദുലില്ലാ. ഓരോ തവണ അൽഹംദുലില്ലാ പറയുമ്പോഴും ഓ നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹവും മനസ്സിൽ കൊണ്ടുവരാം. എനിക്ക് കണ്ണ് അള്ളാഹു കാഴ്ച തന്നതിന് അൽഹംദുലില്ലാ, കേൾവി തന്നതിന് അൽഹംദുലില്ലാ, ഹൃദയം തന്നതിന് അൽഹംദുലില്ലാ, കൈകൾ തന്നതിന് അൽഹംദുലില്ലാ. ഈ രീതിയിൽ ഓരോ അൽഹംദുലില്ല പറയുമ്പോഴും നമ്മൾക്ക് കിട്ടിയ ഓരോ കാര്യത്തിനും ഓരോ ഞമ്മത്തുകളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. ഇനി നമ്മൾ ചൊല്ലുന്ന ഓരോ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ പാപക്കറകൾ ഓരോന്നും നീങ്ങി പോകുന്നതായിട്ട്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു കാറ്റിലൂടെ, ആ ഒരു ശ്വാസത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ കറുത്ത പുള്ളികളും മാഞ്ഞു പോകുന്നതായിട്ട് സങ്കല്പിക്കാം. 33 തവണ സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് 33 തവണ ചെല്ലുമ്പോൾ, ഓരോ തവണ ചെല്ലുമ്പോഴും ആകാശ ലോകത്തിൽ നിന്ന് ഒരു അള്ളാഹുവിന്റെ അർഷിൽ നിന്നുള്ള ആ വെളിച്ചം നിങ്ങളെ നെറ്റിയിലൂടെ ശരീരത്തിൽ മുഴുവനായിട്ട് വ്യാപിക്കുന്നതായിട്ട് ഓരോ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോഴും നെറ്റിയിലെത്തി, കണ്ണിലെത്തി, തല മുഴുവനും നിറഞ്ഞ്, മൂക്ക്, ചുണ്ട്, കഴുത്ത്, നെഞ്ഞ്, കൈകള്, വയറ്, തൊട, അടിവയറ്, തൊട, മുട്ടുംകാല്, ഇങ്ങനെ ആ വെളിച്ചം കാലുകൾ വരെ, കാലിന്റെ വിരല് തുഞ്ചം വരെ എത്തുന്നതായിട്ട് സങ്കല്പിക്കാം. ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴും നമ്മളെ ഉള്ളിലേക്ക് വെളിച്ചം ഏറ്റവും ഏറ്റവും അധികം അധികമായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കാം. ഓരോ വാക്കും ഹൃദയത്തോടെ പറയാം. അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ അർഷിൽ നിന്നുള്ള ആ വെളിച്ചം നമ്മുടെ നെറ്റിയിലേക്ക് പതിച്ചു തുടങ്ങി. ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നിങ്ങളെ നെറ്റിയിലൂടെ ആ വെളിച്ചം നന്നായിട്ട് അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹിദായത്താകുന്ന വെളിച്ചം. അതെ, നിങ്ങളുടെ മുഖം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഹിദായത്തിന്റെ വെളിച്ചം കണ്ണുകളിൽ തണുപ്പ് പടരുന്നുണ്ട്. നമ്മുടെ മുഖം, തല നിറയെ തണുത്ത ഒരു കുളിർക്കാറ്റ് ലഭിക്കുന്നുണ്ട്. നമുക്ക് എന്തിന്നില്ലാത്ത ഒരു ആനന്ദം, ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. അതെ, ആ ഒരു കുളിരുള്ള നീല വെളിച്ചം കണ്ണിലൂടെ മൂക്കിലൂടെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ചുണ്ട് വഴി, താടിയല്, കഴുത്ത്, രണ്ട് ഷോൾഡർ, നെഞ്ഞ്, ഹൃദയം, ശ്വാസകോശം, കൈകളിലേക്ക്, കൈകളിലൂടെ വിരലുകളിലേക്ക്, നഖങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ആ പ്രകാശം. വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ, വയറ്, അടിവയറ്, തൊട, മുട്ടുംകാല്, ഇങ്ങനെ ആ തണുത്ത വെളിച്ചം താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാല്, കാൽപാദം, കാലിന്റെ വിരലുകൾ, കാലിന്റെ നഖങ്ങൾ, നഖത്തിന്റെ തുമ്പ് വരെ ആ വെളിച്ചം എത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഒരു തിളങ്ങുന്ന ഗോളം പോലെ നിങ്ങളുടെ ശരീരം മുഴുവനും ആ നീല വെളിച്ചത്താൽ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം ഒരു സ്ഫടികപാത്രം പോലെ നീല വെളിച്ചത്താൽ നിറഞ്ഞതായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹിദായത്ത് ശരീരത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സറിഞ്ഞു പറയാം, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹുവേ, ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നു. എന്നെ വേദനിപ്പിച്ച എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കുന്നു. അൽഹംദുലില്ലാ. അള്ളാഹുവേ, എനിക്ക് തന്ന എല്ലാ നിഅമത്തുകൾക്കും അൽഹംദുലില്ലാ. അള്ളാഹുവേ, എന്നെ മുസ്ലിം ആക്കിയതിന് അൽഹംദുലില്ലാ. എന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിനെ തന്നതിന് അൽഹംദുലില്ലാ. അള്ളാഹുവേ, എന്റെ ഹൃദയം വൃത്തിയാക്കിയതിന് അൽഹംദുലില്ലാ. അള്ളാഹുവേ, എന്റെ ചീത്ത സ്വഭാവങ്ങളെ അകറ്റി നിർത്തുന്നതിന് അൽഹംദുലില്ലാ. അള്ളാഹുവേ, ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൃദയം, വൃത്തിയുള്ള ഹൃദയം നിലനിർത്താൻ നീ എന്നെ സഹായിക്കണേ റബ്ബേ.
അൽഹംദുലില്ലാ. അള്ളാഹുവേ എനിക്ക് തരുന്ന എല്ലാ നിഅമത്തുകൾക്കും അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. നിങ്ങൾ ഓരോ തവണ അൽഹംദുലില്ലാ പറയുന്ന സമയത്തും നിങ്ങളെ ഹൃദയം കൂടുതൽ കൂടുതൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വജ്രം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, നിങ്ങളെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് പ്രകാശം പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെ ഹൃദയം തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. കറുത്ത പാടുകളെല്ലാം നീങ്ങി ഒരു തിളങ്ങുന്ന ഹൃദയമായി മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഈ സമയത്ത് നിങ്ങൾ ഭയങ്കര റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൈകളും കാലുകളും ഹൃദയവും തലച്ചോറും എല്ലാം നന്നായിട്ട് വിശ്രമാവസ്ഥയിലാണ്. ഒരു പ്രത്യേക സുഖം, ഒരു പ്രത്യേക സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതി നിങ്ങളുടെ തലച്ചോറിലൂടെ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ അതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അൽഹംദുലില്ലാ. 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 നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഹംദ് പറയാം. അൽഹംദുലില്ലാ. അതെ, മനസ്സറിഞ്ഞ് ചിരിച്ച് അൽഹംദുലില്ലാ. 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 അതെ, നിങ്ങളിപ്പോ പൂർണ്ണമായിട്ടും അള്ളാഹുവിൻ മുഴുവനായും തൗബ ചെയ്ത അള്ളാഹു അത് സ്വീകരിച്ച ഒരാളായി മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി നമ്മള് അള്ളാഹുവിന് ഒരു വാക്ക് കൊടുക്കണം. അള്ളാഹുവേ, ഞങ്ങളെ ഹിദായത്തിൽ നിലനിർത്തി തരണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളെ തെറ്റുകളിൽ നിന്ന് എന്നെ തെറ്റിൽ നിന്നും മാറ്റി തരണേ റബ്ബേ. എന്റെ ഹൃദയത്തിൽ ഇനിയും തെറ്റുകൾ വരാതിരിക്കാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. അള്ളാഹുവേ, എന്റെ ഹൃദയത്തെ ഞാൻ നിന്നിൽ തവക്കൽ ചെയ്യുന്നു റബ്ബേ. എന്റെ ഹൃദയത്തെ പൂർണ്ണമായും നിന്നിൽ തവക്കൽ ചെയ്യുന്നു റബ്ബേ. എന്റെ ഹൃദയത്തെ പ്രകാശമുള്ളതാക്കി നിലനിർത്തി തരണേ റബ്ബേ. എന്റെ ഹൃദയത്തിൽ ഇനി മാലിന്യങ്ങൾ അടിഞ്ഞുകൂടാതിരിക്കാൻ സഹായിക്കണേ റബ്ബേ. അള്ളാഹുവെ, നിങ്ങൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവെ, എന്റെ ഹൃദയത്തിൽ കിട്ടിയ ഈ ഒരു വെളിച്ചം നിലനിർത്തി തരണേ റബ്ബേ. ഇതിനെ ഇനിയും ഏറ്റി തരണേ റബ്ബേ. അള്ളാഹുവെ, നിന്നോടുള്ള ഇഷ്കും മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്കും എന്റെ കുടുംബം, എന്റെ കുടുംബത്തോടുള്ള എന്റെ കൂട്ടുകാർ, എന്റെ അയൽവാസികൾ, എന്നെ അറിയുന്ന ഞാൻ അറിയുന്ന എല്ലാവരോടുമുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. എന്റെ പെരുമാറ്റം നന്നാക്കി തരണേ റബ്ബേ. എന്റെ സ്വഭാവം നന്നാക്കി തരണേ റബ്ബേ. മറ്റുള്ളവരുടെ തെറ്റുകളിലേക്ക് ഇനി ഞാൻ നോക്കുന്നില്ല റബ്ബേ. എന്നെ ഇതുവരെ വേദനിപ്പിച്ചതെല്ലാം ഞാൻ അള്ളാഹുവെ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു റബ്ബേ. അള്ളാഹുവെ, നീ എനിക്ക് പുറത്തു തരണേ റബ്ബേ. സ്വർഗത്തിൽ അകം കടത്തുന്നവരിൽ എന്നെയും ഉൾപ്പെടുത്തണേ റബ്ബേ. സ്വർഗത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്നും ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ, എനിക്ക് ഈ ഒരു തൗബയ്ക്ക് അവസരം തന്നതിന് ഒരുപാട് നന്ദി റബ്ബേ. അൽഹംദുലില്ലാ. 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 കൈ ഹൃദയത്തിൽ വെച്ചിട്ട് മനസ്സറിഞ്ഞ് ഒരു 3 അൽഹംദുലില്ലാ പറയാം. 3 അസ്തഗ്ഫിറുല്ലാഹ്. 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 അൽഹംദുലില്ലാഹ്. 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 സുബ്ഹാനല്ലാഹ്. 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവേ നീ അല്ലാതെ മറ്റൊരാളില്ല. അള്ളാഹു അക്ബർ. നീയാണ് ഏറ്റവും വലിയവൻ. തവക്കൽതു അലല്ലാഹ് വഹുവ റബ്ബുൽ അർശിൽ അളീം. അർഷിന്റെ സൃഷ്ടി രക്ഷിതാവായ അള്ളാഹുവേ, ഞാൻ എല്ലാ തവക്കലും നിന്നിൽ ഏൽപ്പിക്കുന്നു റബ്ബേ. ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ അലൈഹി തവക്കൽന. എനിക്ക് അള്ളാഹ് മതി. ഞാൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ തവക്കൽ ചെയ്യുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു അക്ബർ. അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹു അക്ബർ. അള്ളാഹു ഏറ്റവും വലിയവനാണ്. അൽഹംദുലില്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അള്ളാഹുവേ, എന്റെ ഹൃദയത്തിൽ നിന്നോടുള്ള ഇബാദത്തുകളും ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും നിന്നോടുമുള്ള സ്നേഹവും വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. നിന്റെ ഹിദായത്തിന്റെ വെളിച്ചം എന്റെ ഹൃദയത്തിൽ നിലനിർത്തി തരണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നീ നന്നായിട്ട് കൈകൾ രണ്ടും നന്നായിട്ട് ഉരസുക. രണ്ട് കൈയും ചൂടാവുന്നത് വരെ രണ്ട് കൈയും തമ്മിൽ ഉരസുക. എന്നിട്ട് മുഖത്ത് കണ്ണില് ചൂട് വെക്കുക. ഒന്നും കൂടി നന്നായിട്ട് രണ്ട് കൈയും റബ്ബ് ചെയ്യാം. എന്നിട്ട് മുഖത്ത് വെച്ചിട്ട് മെല്ലെ കണ്ണ് തുറക്കുക. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പ്രിയ സഹോദരിമാരെ, അള്ളാഹുവിലേക്ക് മടങ്ങാന് നിങ്ങൾ പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സത്യസന്ധമായിട്ടുള്ള ഹൃദയം മാത്രം മതി. ഓരോ ദിവസം ഉറങ്ങാൻ പോകുന്നതിന്റെ മുന്നേ ഈ ഒരു ദുആ പറയാം. അള്ളാഹുവേ, ഇന്നത്തേതിനേക്കാൾ നാളെ നിനക്ക് കൂടുതൽ അടുത്തവളാക്കണേ. ഹിദായത്ത് എന്ന് പറയുന്ന ഒരു വലിയ ചുവടുവെപ്പിലൂടെ ഒന്നുമല്ല തുടങ്ങുന്നത്. അള്ളാഹുലേക്ക് തിരിയുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഹൃദയത്തിലൂടെയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ ഹൃദയം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു തന്ന ഹിദായത്തിനെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്താനും നമ്മുടെ മരണം വരെ അതിൽ നിലനിർത്താനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു തെരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്നായിട്ട് ഒന്ന് രണ്ട് ശ്വാസം എടുക്കുക. ദിവസവും ഇങ്ങനെ തൗബ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുക. കാരണം നമ്മൾ ഓരോ ദിവസവും എണീക്കുന്നത് ഒരുപാട് സമൂഹത്തിലേക്കാണ്, അല്ലെ, ആളുകളുടെ ഇടയിലേക്കാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും വീണ്ടും പുള്ളിക്കുത്തുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഓരോ ദിവസവും നമ്മൾ തൗബ ചെയ്ത് ഉറങ്ങുന്നതോട് കൂടിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായിട്ട് തന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.